പച്ചപ്പവിഴ വർണ്ണക്കുട നിവരുമാവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുണരുമായിരം പുതുനിറം എന്താ ഇരുപത്തിനാലാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾ 24 വർഷത്തിന് സഹനം. ഗൈസ്, അപ്പൊ അവര് പുറത്തുപോയൊക്കെയാണ്. അപ്പൊ എല്ലാ തവണയും പോലെ നമ്മൾ ഇവിടെയൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒത്തി ഷോൾ എടുക്കാൻ വേണ്ടി അടക്കാൻ ഇപ്പോഴും ഉണ്ട് എന്റെ പോലെ. വേണോ ഷോള്? ഷോൾ എന്തേ? ഷോള് തന്നില്ലേ പൊന്നിന് തന്നില്ലേ? വേറെ ഷോള് വേറെ എടുത്ത് കൊടുക്കണോ കൊച്ചിന്? അത് പറ്റില്ല. കറക്റ്റാണ് ഷോളൂരി മുണ്ടൂരി എന്ന് പറയുന്നത്. ഷോളൂരി വേറെ ഷോള് വരാട്ടാ. എന്തെങ്കിലും സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ അങ്ങനത്തെ കാര്യമില്ല. നമ്മളെന്തെങ്കിലും ഗെയിംസ് ഒക്കെ നടത്തും. പിന്നെ ഒരു ഗിഫ്റ്റും നമ്മുടെ. കാരണം അമ്പക്ക് ഇങ്ങനെ ചാലഞ്ചും അങ്ങനത്തെ ഒക്കെ ചെയ്യണൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അവരെപ്പോഴും പറയും. അപ്പൊ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പണം കൊടുക്കാം. പിന്നെ ബാക്കി പിന്നെ ഗൈസ് ഒരു സംഭവം കൂടി സഹിക്കണം നിങ്ങള്. വേറൊന്നല്ല, വാ കുഞ്ഞു വാ. അപ്പടി അപ്പു അപ്പൊ വാങ്ങിക്കൊടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ഡയമണ്ട് നെക്ലസ്. ഡയമണ്ട് നെക്ലസ് അല്ല, ഗോൾഡൻ നെക്ലസ്. എന്റെ അമ്മപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തി. നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണോ അത്രയും ആയിട്ട് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തിരിക്കണം. എത്രാമത്തെ വർഷം അറിയോ? പറയല്ലേ? പറയണ്ട. ഓക്കെ, തിരിക്കണം. ആദ്യം ആരാ ഫസ്റ്റ് തിരിക്കണത് അവര് ബെല്ലടിക്കണം. അപ്പൊ അവർക്ക് ആ സംഭവം കിട്ടും. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. സക്സസ്ഫുള്ളി അമ്മ തോറ്റിരിക്കുകയാണ്. അപ്പൊ ഇതില് ജയിച്ചു. രണ്ടാമത്തെ ഗെയിം അമ്മ ജയിച്ചാലേ നമുക്ക് ഈ സമ്മാനം കിട്ടാത്ത. അപ്പൊ ജയിച്ചോണ്ട് അപ്പയുടെ സാധനം ഇതാ വരുന്നു. ബട്ട് ഇത് തുറക്കണമെങ്കിൽ അടുത്ത ഗെയിമിൽ അപ്പയുടെ പങ്കാളിയും കൂടി വിജയിക്കണം. ഇത് തിരിക്കണം. നമുക്ക് എണ്ണി നോക്കാം. 22, 23, 24. അമ്മ ജയിച്ചിരിക്കുന്നു. തുറന്നു. എന്താണെന്നാ തോന്നുന്നത്? നോക്കരുത്. ഒരു ഗസ്. രണ്ടുപേർക്കും വേണ്ട ഗസ്. സാരിക്ക് പൈസ ഉണ്ടാവില്ലല്ലോ. നമുക്കൊന്നും പറയാനല്ലേ? എനിക്ക് കമ്മലും മാലയൊക്കെ ഇരിക്കും ചിലപ്പോ അല്ലേ? നിങ്ങൾ പരസ്പരം കൈമാറിക്കോളും. നിക്ക് ഇത് മാറ്റട്ടെ. നിക്കണ്ടി എന്താ വാച്ചും കണ്ണട മാത്രം ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരിക്കണം. സാധിക്കണം പറ്റിക്കല്ലേ. ഇതിനങ്ങെന്തോ ഉദ്ദേശം അറിയോ?
പഴയകാല തീം. അല്ല ഞാനില്ലേ ഈ പട്ടുസാരിയൊക്കെ കൊറേ ഉണ്ടല്ലോ, അപ്പൊ ഞാനിങ്ങനെ ഓർക്കണായിരുന്നു ഒരു സാധാ സാരിയൊക്കെ ഉണ്ടെങ്കിൽ സാരിയൊക്കെ കൊടുക്കാൻ ഒരു സുഖം. ഇത് കേരളം എടുത്തോണ്ട് പോകാൻ സംശയമുണ്ട്. ഇതൊക്കെ ഇവിടെ പോയി എടുത്തടി. ആദ്യം അടിപൊളി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇടാതെ അമ്മ അങ്ങനെ അമ്മയുടെ സ്വഭാവം പറയാം. ആദ്യം സൂപ്പർ ആയിട്ടൊക്കെ പറയും, പിന്നെ കഴിയുമ്പോ പിന്നെ പണ്ടത്തെ സുന്ദരനെ പോലെ നടിമാരുടെ പ്രായം കുറഞ്ഞിട്ടോ ചെല്ലും. എന്തേ അയ്യോ അവര് കപ്പിളടിച്ചിരിക്കണിട്ട് സഹിക്കണില്ല അവക്ക്. എന്താ നമ്മളെല്ലാം സിംഗിൾ പ്രസംഗ പോവാൻ പറ. എല്ലാം നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി സെലക്ഷൻ സെലക്ഷൻ അപ്പ ചെയ്യണം. അപ്പ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ക്യാരം ബോർഡിൽ മറ്റേ സാധനം എടുക്കുന്നത്. ഇതാ നമ്മുടെ കേക്ക്, വാൻസോ കേക്ക്, വാനില ചോക്ലേറ്റ് മിക്സ്. വെറുതെ വെച്ചാൽ നിങ്ങൾ കണ്ടോ എന്താണ് എല്ലാവരും കൂടി വന്നേക്കണെന്ന്. ആരടുത്ത് വേണം? ആര വേണം? കല്യാണത്തിന് ശേഷം വട്ടാടെ പോയെന്ന് പിന്നെ പറയാ. അപ്പൊ കേക്ക് മുറിച്ചോട്ടെ. നമ്മളൊന്നും വേണ്ടട്ടാ. ഞാനാരാ? ഞാനാരാ? കുറച്ച് ഷോ ഉണ്ട്. ഷോണിക്കല ആൾക്കാർ കൂടി ചേച്ചിമാര് പോയല്ലേ ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. ഗാനമേള നടത്താൻ പോകുന്നത്. സെറ്റ് വേണ്ട. ഇവിടെ എന്തോ അഡിക്ഷൻ പോലെയാണ് ഈ പാട്ട്. ഇത് നമുക്കില്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ തോന്നില്ല. ഉറക്കെ പാടണ്ടട്ടാ എല്ലാരും. അപ്പക്ക് ഇപ്പൊ അമ്മേനെ കണ്ടിട്ട് എന്ത് പാടാനാണ് തോന്നുന്നത് അത് പാടാം. അതാണോ ശരിക്കും? അതാണോ അപ്പൊ വീണു. അമ്മക്ക് എന്താ അപ്പനെ കണ്ടു തോന്നുന്നു. അപ്പന്റെ ഡെഡിക്കേഷൻ അങ്ങോട്ട് റൊമാൻറ്റിക് ആയി. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആരും കാണാതെ നിന്നപ്പോൾ സംഗമസായോജ്യം വീണും പാട്ട് പാടാണ്ട് കിട്ടൂല. അതിന് ഞാൻ എന്റെ തല്ലുണ്ടാവും ഗൈസ് മിക്കവാറും. ഈ പാട്ട് വേണ്ടേ ദുഃഖത്തോട് ദുഃഖത്തോടെ പാടുന്നത്.
ചിരിക്കണാടി നീ ചിരിക്കണാടി കള്ളിപ്പന്നെ കുഞ്ഞാവന് കുഞ്ഞാവ. എല്ലാരും ഇൻ വൺ ഫ്രെയിം. ഞാൻ ബ്ലാക്ക്, അമ്മ ബ്ലാക്ക്, അപ്പ ബ്ലാക്ക്. ഈ ഒരു വന്നേക്കണം. ഞാൻ സെയിം വൈറ്റ്. ഇത് തരൂല പോടി. ഈ സാധനം വേണം. സമ്മതിക്കുന്നില്ല ഗൈസ്. കുരിപ്പ് കോഫിട്ടെ ഇത് കുടിക്കല്ലോ. കൊണ്ടു കാണിച്ചു വെച്ചോ. പെണ്ണുമ്പോ ടിവിയുടെ അവിടെ കൊണ്ട് വെച്ചു. നീയൊന്നു പാടഴകേ കൊയ്ത്തരിവാറിന്റെ പെയ്യുന്ന പാട്ടുപാട തല്ലുപിടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന പാട്ടുകാരി ഉണർന്നിട്ടുണ്ടല്ലേ. കറക്റ്റ് ടൈം കേട്ടാ. ഒരു യുഗം ഞാൻ തപസിരം കഴിഞ്ഞ കാലം. ഒരു മിനിറ്റ് അതെ എനിക്ക് ഒന്നുകൂടി എടുക്കട്ടെ. ഒന്നും പറയാനില്ല. ചോറ് കിട്ടല്ല. ശങ്കര
കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരിൽ ഉയർന്നു. അടുത്തതായി സിന്ധു കുഞ്ചുവിന്റെ കപ്പിൾ ഡാൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ പെണ്ണുപുള്ളി നമ്മളൊരു ഇതില് വന്നപ്പോ ഒരു കുഞ്ഞു കൊച്ചുണ്ട കുന്നുവെച്ചാല് ചെറുതുങ്ങളെപ്പോഴും ഇങ്ങനെ അപ്പനവിടെ നടുക്കെടുക്കാനുള്ള ഒരു ഇതിലാണ് കൈപ്പറ്റി ഗൈസ്. എന്നെ കളിപ്പിച്ചിട്ട് നിങ്ങൾ കളിച്ചാ മതി മെയിൻ. നിങ്ങളങ്ങനെ ഡാൻസ് കളിച്ച് മെയിനാകും. എന്താണ് പെമ്മക്കൊക്കെ അപ്പന്മാരോടൊക്കെ സ്നേഹം കൂടുതലെന്ന്. ചെലവ് അതെ നമുക്കുള്ള പിള്ളേർക്കെല്ലാരും കുഴിമന്തി, അൽഫാം കുഴിമന്തി. അമ്മ വന്നമ്മ 1 million. ഇന്നലെ ഗൈസ് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു, മറ്റേ തിളക്കത്തിലെ ദിലീപ് സുബായിരുന്നു ദിലീപ്. ആ വീഡിയോക്ക് ഇന്നലെ രാത്രി ഇട്ട് ഇന്നും 1 million അടിച്ച്. ആ റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു, എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. പറഞ്ഞതാ റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചി ഇട്ട് തരായിരുന്നില്ല റൊട്ടി? ഓടി പട്ടി. ഓ വിളിച്ചോ, ഇതാ വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. വിളിച്ചപ്പോഴത്തേക്ക് ഞാനും അപ്പൊ ഉറക്കമായിരുന്നു. അവിടെ വീട്ടിൽ കിടക്കണായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞു വാപ്പേ വാമേന്നും പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് വടിയായി. കുട്ടി പൊക്കണം ഇവിടെ എല്ലാത്തിനും. അപ്പൊ ഇവിടെ അടി തുടങ്ങി ഗൈസ്. ഗൈസ് എനിക്ക് പിടിച്ചാ കിട്ടണില്ല. ഇത് ഞങ്ങളെ വക, ഞങ്ങൾ എല്ലാരും ഇത് ഞാൻ ഗസ് ചെയ്യട്ടെ. ഇത് നമ്മളുടെ ഒരു ചിത്രചരയായിരിക്കും. ഇതെപ്പോ എങ്ങനെ ഞാൻ കപ്പിൾ ഫോട്ടോ ആയിരിക്കും. അടിപൊളി. ഇതില് വേറെ കാര്യമുണ്ട്, ഈ മനുഷ്യൻ ചിരിക്കൂല. എപ്പൊ ഫോട്ടോ ചിരിക്കൂല. വേണ്ട ഇനി ചിരിക്കണ്ട. കൂടെ കരയാ ആ ഫോട്ടോ നിഴൽ മാത്രം വരും. പാടോ നിഴൽ മാത്രം വരും. അത് മനസ്സിലാക്കണം. ഇതിലെല്ലാത്തിലും അപ്പൊ ഞങ്ങള് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങൾക്ക് അവരെ അറിയില്ല. ഇവിടെ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കളിക്കാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കുറെ പേരൊക്കെ അറിയാൻ പാടുന്നത് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ താങ്ക്സ്. ഞങ്ങൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ. വീഡിയോ ഒക്കെ കണ്ട് ശരിയാ. സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.